ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തുവാൻ മനസ്സാകുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ്റെ പീഡാനുഭവ പ്രവചനമാണ് സുവിശേഷം. ശേഷം കർത്താവ് പറയുന്ന ത്യാഗത്തിൻ്റെയും ത്യജിക്കലിൻ്റെയും സത്യവും. 3 കാര്യങ്ങളാണ് സുവിശേഷത്തിന് നിദാനമായി നിലകൊള്ളുന്നത്, അഥവാ സുവിശേഷത്തിൻ്റെ ആത്മാവാകുന്ന സത്യങ്ങൾ. 1. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. 2. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. 3. ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഈ 3 സത്യങ്ങളിലും ആത്മീയ വൈപര്യത്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ നിന്റെ നന്മയും സന്തോഷവും, ദൈവത്തിന് വേണ്ടിയുള്ള ത്യാഗവും ത്യജിക്കലും. 1. സ്വയം പരിത്യജിച്ച് കുരിശെടുക്കുക എന്നാൽ ശിഷ്യന്മാർ നിലകൊണ്ടത് ഈ വൈപര്യത്യങ്ങൾക്ക് മധ്യേയാണ്. ശിഷ്യന്മാർ ഏറ്റെടുത്തത് വലിയ വെല്ലുവിളിയാണ്. അത് തങ്ങളെ തന്നെ പരിത്യജിക്കുവാനാണ്. തങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ജീവിതം ആരംഭിക്കുവാൻ വേണ്ടി. ഇതുവരെ ജീവിച്ചത് തെറ്റാണെന്നല്ല, മറിച്ച് ഇതുവരെ ജീവിച്ചത് ഈ ശരിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയായിരുന്നു. അതാണ് അവർക്ക് അവരെ ഉപേക്ഷിക്കുവാൻ സാധിച്ചത്. എൻ്റെ ഇഷ്ടങ്ങൾ പരിത്യജിക്കുക എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അഥവാ വഹിച്ചുകൊണ്ട് ക്രിസ്തു പറയുന്ന വഴിയെ നടക്കുക എന്നാണ്. കുരിശ് വഹിക്കുക എന്നാൽ ക്രിസ്തുവിന് വേണ്ടി നീ അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് രക്ഷയുടെ സത്യമുണ്ട് എന്ന സാക്ഷ്യവുമാണ്. 2. യേശുവിനെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക എന്നാൽ ജീവിതത്തിൽ നിന്ന് ആളുകൾ ആഗ്രഹിക്കുന്നതിലേക്ക് മടങ്ങുമ്പോൾ മിക്ക ആളുകളും ആഗ്രഹിക്കുന്നത് എളുപ്പമുള്ള ജീവിതമാണ്. എന്നാൽ യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ആയിത്തീരുന്നവൻ എന്നാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തു സ്നേഹത്തിന് ദൈവശാസ്ത്ര ചിന്തകനായ ഡെട്രിച്ച് ബൊൺഹൈഫർ പറഞ്ഞത് ചീപ്പ് ഗ്രേസ് എന്നാണ്. വില കുറഞ്ഞ കൃപ. വില കുറഞ്ഞ കൃപ എന്നത് മാനസാന്തരം ആവശ്യമില്ലാതെ പാപമോചനത്തിൻ്റെ ജീവിതവും കുമ്പസാരം കൂടാതെയുള്ള കൂട്ടായ്മയുമാണ്. അതിനാൽ തന്നെ വില കുറഞ്ഞ കൃപ എന്നത് ശിഷ്യത്വമില്ലാത്ത, കുരിശില്ലാത്ത, യേശുക്രിസ്തു ഇല്ലാത്ത കൃപയാണ്. യേശുവിനെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക എന്നത് ഏറ്റവും ഉന്നതമായ ക്രിസ്തു കൃപ സ്വന്തമാക്കുക എന്നതാണ്. 3. ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഈ നോമ്പുകാലത്തിലേക്ക് നാം കടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അനുയായി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വീണ്ടും ചിന്തിക്കുവാനുള്ള അവസരമാണ്. ലോകത്തിൻ്റെ മഹത്വത്തിനും ആനന്ദത്തിനും അതീതമായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ശ്രേഷ്ഠമാകുന്നത് താരതമ്യപ്പെടുത്താനാവാത്ത വിധം മെച്ചമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന്. സന്തോഷത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നതൊക്കെയും സ്വയം നഷ്ടമെന്ന വെറും ജീവിതത്തിലേക്ക് നാം നിവദിക്കുവാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ ആത്മാവ് നഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ അധ്വാനങ്ങളെല്ലാം നിരർത്ഥകമായിരിക്കും. നിധികൾ ദുഷ്ടന്മാർക്ക് പ്രയോജനം ചെയ്യുന്നില്ല. എന്നാൽ ഈ ലോകത്തിൻ്റെ ഭാവം കടന്നുപോകുന്നു. മേഘങ്ങൾ പോലെ ആ സുഖങ്ങൾ അവസാനിക്കുന്നു. ആത്മാവിൽ സമ്പന്നരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ തപസ്സുകാലത്തിൽ അതുകൊണ്ട് തന്നെ നമ്മെ വെറുത്തുകൊണ്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹം
പ്രേമമാക്കി നമുക്ക് മാറ്റാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവറിവിൽ, കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവറിവിൽ, സക്രാരി മുന്നിലായി കൈകൾ വിരിച്ചു നിൻ കാരുണ്യം തേടി ഞാൻ തേങ്ങി, സക്രാരി മുന്നിലായി കൈകൾ വിരിച്ചു നിൻ കാരുണ്യം തേടി ഞാൻ തേങ്ങി, നാഥാ നിൻ ദയ തേടി എൻ മനം തേങ്ങി, നാഥാ നിൻ ദയ തേടി എൻ മനം തേങ്ങി. കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവറിവിൽ. നിമിഷങ്ങൾ കൊഴിയവേ കണ്ണീരൊഴുകിയൻ കവിളിൽ നീർച്ചാലുകൾ രൂപമായി, നിമിഷങ്ങൾ കൊഴിയവേ കണ്ണീരൊഴുകിയൻ കവിളിൽ നീർച്ചാലുകൾ രൂപമായി, കണ്ണീരുവറ്റി ഞാൻ തളർന്നൊരു നേരം തോളിൽ നിൻ കരസ്പർശം ഞാൻ അറിഞ്ഞു, കണ്ണീരുവറ്റി ഞാൻ തളർന്നൊരു നേരം തോളിൽ നിൻ കരസ്പർശം ഞാൻ അറിഞ്ഞു, തോളാലെനിക്കവൻ താങ്ങു നൽകി തൻ്റെ തിരുത്തോളിൽ എനിക്കവൻ ഇടമേകി, തോളാലെനിക്കവൻ താങ്ങു നൽകി തൻ്റെ തിരുത്തോളിൽ എനിക്കവൻ ഇടമേകി. കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവറിവിൽ.
എനിക്കവൻ മുറിച്ചേകി. കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം